നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള പ്രവാസി സംഘം ജില്ലാ കൺവെൻഷൻ എടത്തിരുത്തിയിൽ നടന്നു. പ്രവാസി മലയാളികളെ കൊള്ളയടിക്കാൻ എയർ ഇന്ത്യയെ കൂട്ടുപിടിച്ച് ഉത്തരേന്ത്യൻ ലോബി ശ്രമിക്കുന്നുവെന്ന് PT കുഞ്ഞുമുഹമ്മദ്. SDPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് മതിലകത്ത് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തിയിൽ വിവിധയിടങ്ങളിൽ CPM-ന്റെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി കൊല്ലാറ സെന്ററിലും ചന്ദ്രാപിന്നിയിലും CPM-ന്റെ കൊടിമരങ്ങൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. കൊല്ലാറ സെന്ററിൽ സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമാണ് നശിപ്പിക്കപ്പെട്ടത്. ഏതാനും മാസം മുൻപ് സമീപത്തെ പലചരക്ക് കടയും തകർക്കപ്പെട്ടിരുന്നു. സംഭവത്തിൽ CPM എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഭാരവാഹികൾ മതിലകം പോലീസിൽ പരാതി നൽകി. ചന്ദ്രാപിന്നിയിലെ വിവിധ പ്രദേശങ്ങളിലും കൊടിമരങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ എടത്തിരുത്തി പുളിഞ്ചോട്ടിൽ പ്രകടനം നടത്തി. കാർഷിക പരിഷ്കരണ നിയമം സംരക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 1 മുതൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള നാട്ടിക ഏരിയ സമര പ്രഖ്യാപന കൺവെൻഷൻ തൃത്തല്ലൂരിൽ നടന്നു. കേരള കർഷക സംഘം, സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ, പട്ടികജാതി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രക്ഷോഭ സമരം. KK ശ്രീനിവാസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PV രവീന്ദ്രൻ അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, K മണി, MA ഹാരിസ് ബാബു എന്നിവർ സംസാരിച്ചു. SDPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് മതിലകത്ത് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടറി തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ സംഘാടകർക്ക് നമ്മുടെ ഓഫീസ് പാർട്ടി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കാൻ അതിന് പണിയെടുത്ത മുഴുവൻ ആൾക്കാർക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. SDPIയെ സംബന്ധിച്ച് ഇന്ന് ഏകദേശം 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ഒടുവിലൊക്കെ നടക്കുന്ന കൺവെൻഷനിൽ ഒന്നോ രണ്ടോ കൺവെൻഷനുകളിൽ ഒന്നാണ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഇവിടെ നടത്തുന്ന കൺവെൻഷൻ. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തെ നമുക്ക് ഞാൻ സുദീർഘമായി വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്നാമത്തെ വർഷം 2009 നമ്മൾ ഈ പാർട്ടി പ്രഖ്യാപിച്ചു, രൂപീകരിച്ചു. 2010 വലിയ ഒരു ജനകേരള യാത്രയിലൂടെ കേരളത്തെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ലോഞ്ച് ചെയ്യിക്കാൻ, ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷനായി. സുബ്രഹ്മണ്യൻ, CR സിയാദ്, നിഷാഫുദ്ദീൻ, അബൂബക്കർ, ഹുസൈൻ തങ്ങൾ, നിസാർ എന്നിവരും പ്രസംഗിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ കരനെൽ കൃഷി വിളവെടുത്തു. പൂഴിക്കുന്നത്ത് പ്രഭാകരന്റെ ഒരേക്കർ ഭൂമിയിലായിരുന്നു കൃഷി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായി. കൃഷി ഓഫീസർ VS പ്രതീഷ്, PM അബ്ദുൾ ജബ്ബാർ, PS സുൽഫിക്കർ, MK ബാബു എന്നിവരും പ്രസംഗിച്ചു. തളിക്കുളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 35 ഏക്കർ ഭൂമിയിലായിരുന്നു കരനെൽ കൃഷി ഇറക്കിയത്. വാടാനപ്പള്ളി ബീച്ചിൽ നിർധന കുടുംബത്തിന് നിശ്ചിത തുകയുടെ 20 ഇരട്ടിയോളം വർധനവിൽ വൈദ്യുതി ബിൽ ലഭിച്ചതായി പരാതി. സഹൃദയ കോളനിയിലെ തൃപ്പൂണത്ത് ചന്ദ്രന്റെ കുടുംബത്തിനാണ് ഷോക്കേൽക്കുന്ന തരത്തിലുള്ള ബിൽ ലഭിച്ചത്. 41 രൂപ മുതൽ 174 രൂപ വരെ വന്നിരുന്ന ബിൽ ഇത്തവണ 2750 രൂപയായി മാറിയതാണ് വീട്ടുകാരെ ഞെട്ടിച്ചത്. നിലവിലുണ്ടായിരുന്ന മീറ്റർ കേടാണെന്ന് പറഞ്ഞ് പുതിയത് സ്ഥാപിച്ചതോടെയാണ് ബിൽ ക്രമാതീതമായി വർദ്ധിച്ചത്. ഇതേ കോളനിയിൽ തന്നെ മറ്റ് പല വീടുകളിലും ബിൽ തുക വർദ്ധിച്ചിട്ടുണ്ട്. നാട്ടുകാർ KSEB അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് മീറ്റർ വീണ്ടും മാറ്റി സ്ഥാപിച്ചെങ്കിലും പഴയ ബിൽ അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന അറിയിപ്പാണ് KSEBയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ഓലവീട് കത്തിനശിച്ചു. വടക്കുംതല വേലായുധന്റെ വീടാണ് രാവിലെ 8:30 കത്തിയത്. വീടിന്റെ മേൽക്കൂരയിൽ നിന്നുമാണ് തീ ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വീട് പൂർണ്ണമായും കത്തിനശിച്ചു. റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും കത്തിയമർന്നു. ഇടവേള.